ടി.എസ്. ഹരീഷ്ണ നിയമസഭയിൽ നിന്നും വിശദവിവരങ്ങളുമായി തുടരുന്നുണ്ട്. അവിടെ ഹരീഷ്ണ, എന്താണ് ഇപ്പോൾ സഭയിൽ നടക്കുന്നത്? പ്രതിഷേധം ആ വശത്ത് തന്നെ തുടരുകയാണ്. പ്രതിഷേധത്തിന് ഒരു അവസാനവുമില്ല. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം. പ്ലക്കാർഡുകളെ വരികൾ ഞാൻ പറയാം. സ്വർണം കട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നെഴുതിയ പ്ലക്കാർഡ്. ഒപ്പം തന്നെ കടകംപള്ളിയെ സംരക്ഷിക്കാൻ സമ്മർദ്ദം എന്തിന്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നത് കടകംപള്ളിയെ രക്ഷിക്കാനാണോ? സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായ സഖാക്കൾക്ക് CPM-ന്റെ സംരക്ഷണം. പത്മകുമാർ പറഞ്ഞ ആ ദൈവതുല്യൻ ആര്? അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങുകൾ. കേരളം ഭരിക്കുന്നത് കൊള്ളസംഘം. ശബരിമല കൊള്ളയടിച്ചത് CPM മാഫിയ സംഘം. ദേവസ്വം മന്ത്രി രാജിവെക്കുക എന്നൊക്കെ തുടങ്ങി പ്ലക്കാർഡുകളിൽ ഇത്തരം വരികൾ എഴുതിക്കൊണ്ടാണ് ആ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. പക്ഷേ ഇതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മന്ത്രി MP രാജേഷ് കൃത്യമായ മറുപടി പറഞ്ഞു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയം. അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷത്തിന് നോട്ടീസ് നൽകാൻ, അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനുള്ള അവകാശമുണ്ട്. പക്ഷെ അവരത് വിനിയോഗിക്കുന്നതിന് പകരം പ്രതിപക്ഷം തിണ്ണമിടുക്ക് കാണിക്കുകയാണ് എന്ന് വളരെ രൂക്ഷമായ ഭാഷയിലും പരിഹാസ രൂപേണയും പ്രതിപക്ഷത്തിനെതിരെ MP രാജേഷ് മറുപടി ഉന്നയിച്ചു. പക്ഷേ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഒളിച്ചോടുകയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോഴും സ്പീക്കറുടെ ഡയസിന് ചുറ്റും പ്രതിപക്ഷത്തിലെ അംഗങ്ങൾ ചുറ്റും നിന്ന് പ്ലക്കാർഡുകളും ബാനറുകളും, ഞാനിപ്പോൾ വായിച്ച ആ വരികളൊക്കെ പ്ലക്കാർഡുകളിലുണ്ട്. പ്ലക്കാർഡുകളും ബാനറുകളുമായി നിയമസഭയുടെ ആ ഡയസിന് ചുറ്റും നിന്ന് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നടപടിക്രമങ്ങൾ നടത്താൻ സ്പീക്കർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് സമ്മതിക്കാതെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നിയമസഭയ്ക്കകത്ത് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയുന്നുണ്ട്. അതായത് സ്പീക്കർ ഇരിക്കുന്ന ഡയസിന് ചുറ്റും നിന്നുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പ്ലക്കാർഡുകളിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടും ഇതിനിടയിൽ മന്ത്രി MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി പ്രതിപക്ഷം ചെയ്യുന്ന ഈ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷം അവരുടെ അവകാശം ഉന്നയിക്കുന്നതിന് പകരം ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് നിയമസഭയിൽ നിന്ന് എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മന്ത്രി MP രാജേഷ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി MP രാജേഷാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയിൽ ടി.എസ്. ഹരീഷാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. സഭയിൽ വലിയ ബഹളമാണ് അരങ്ങേറുന്നത്. വിവിധ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവിടെ പ്രതിഷേധം അരങ്ങേറുന്നത്. ആ പ്ലക്കാർഡുകൾ ഈ പറഞ്ഞതുപോലെ ദേവസ്വം മന്ത്രി രാജിവെക്കുക തുടങ്ങിയവയാണ്. സ്വർണം കട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന പ്ലക്കാർഡുണ്ട്. കടകംപള്ളിയെ സംരക്ഷിക്കാൻ സമ്മർദ്ദം എന്തിന് എന്നതും പ്ലക്കാർഡിലുണ്ട്. മറ്റ് മുദ്രാവാക്യങ്ങൾ ഇതൊക്കെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നത് കടകംപള്ളിയെ രക്ഷിക്കാനോ? സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായ സഖാക്കൾക്ക് CPM സംരക്ഷണം. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനാര്? അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ. കേരളം ഭരിക്കുന്നത് കൊള്ളസംഘം. ശബരിമല കൊള്ളയടിച്ചത് CPM മാഫിയ സംഘം. ദേവസ്വം മന്ത്രി രാജിവെക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. സ്വർണം കെട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന പ്ലക്കാർഡും ഉയർത്തുന്നുണ്ട്.